ഒരു സിവിൽ എഞ്ചിനീയറിംഗ് പഠിച്ചു വരുന്ന ഒരാൾക്ക് മാസം 10,000 രൂപയ്ക്കുള്ള ഒരു ജോലി കിട്ടാനുള്ള സാധ്യത കേരളത്തിലില്ല. നേഴ്സിംഗ് പഠിച്ചു വരുന്ന ഒരാൾക്ക് മാസം 10,000 രൂപ ഇപ്പോൾ ഗവൺമെൻറ് മാൻഡേറ്ററി ആക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അതിനു മുമ്പ് 5,000-6,000 രൂപയ്ക്കാണ് കൊടുത്തിരുന്നത്. 5-10 വർഷം പരിചയമുള്ള ഒരു CBSE സ്കൂൾ ടീച്ചർക്ക് 20,000 രൂപ പോലും കിട്ടുന്നില്ല. മൊത്തം എംപ്ലോയ്മെൻറ്റ് മാർക്കറ്റ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 10% ഒരു മിഡിൽ ക്ലാസ് എക്സിസ്റ്റൻസിനെങ്കിലും സാധ്യമായിട്ടുള്ളൊരു ഇൻകം കേരളത്തിൽ ലഭിക്കുന്നുള്ളൂ. മറ്റുള്ള ഏത് ജോലിക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അവരുടെ പല ഇതിൽ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ പേരൻസ് അവർ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് കൊടുത്ത പോക്കറ്റ് മണി പോലും അവരുടെ ജോലിയിൽ നിന്ന് അവർക്ക് സമ്പാദിക്കാനായിട്ട് സാധിക്കുന്നില്ല. ഇവർ അവരുടെ ലൈഫിന് മുമ്പോട്ട് പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ മാസം 15,000-20,000 രൂപ ശമ്പളം വാങ്ങി നമ്മൾ മുന്നോട്ട് ചിന്തിച്ച് കഴിയുമ്പോൾ നമുക്ക് എന്താണ് സാധിക്കുന്നത്? നമ്മളുടെ ഒരു മിഡിൽ ക്ലാസ് എക്സിസ്റ്റൻസിൻ്റെ ഇതെന്താണ്? ഒരു വീട് ഉണ്ടാക്കണം. ഒരു വീടിൻ്റെ ഇന്നത്തെ ചിലവ് എത്രയാണ്? ഒരു വാഹനം വാങ്ങണം. ഇതൊന്നും വലിയൊരു അഹംഭാവമോ അഹങ്കാരമോ അല്ല, വളരെ മിനിമലായിട്ടുള്ള കാര്യങ്ങളല്ല. ഇതൊന്നും റീച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ആസ്പിറേഷന് പറ്റിയ ഒരു തൊഴിൽ സാഹചര്യം ഇവിടെയില്ല.